നമസ്കാരം. പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ ഡയറക്ടർ ചൈതന്യാനന്ദ സരസ്വതി എന്ന സ്വാമി പാർത്ഥസാരഥിക്കെതിരെ പോലീസിട്ട എഫ്ഐആറിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 17ഓളം പെൺകുട്ടികളാണ് സ്വാമിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചൈതന്യാനന്ദ സരസ്വതിയുടെ കൂടുതൽ ഹീനമായ പ്രവർത്തികൾ പുറത്തായത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഡൽഹി വസന്ത് കുഞ്ചിലെ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ വിദ്യാർത്ഥികളായ 17 പെൺകുട്ടികൾ പീഡനത്തിനിരയായെന്നാണ് ഏറ്റവും പുതിയ പരാതി. എന്നാൽ പരാതി നൽകിയ സമയത്ത് സ്വാമി ലണ്ടനിലായിരുന്നുവെന്നാണ് വിവരം. പിന്നീട് ഇയാൾ ആഗ്രയിലെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഡൽഹി പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതേസമയം പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി സ്വാമി പാർത്ഥസാരഥി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും പിന്നീട് ജാമ്യാപേക്ഷ പിൻവലിച്ചു. ഇയാൾ രാജ്യം വിടാതിരിക്കാനായി പോലീസ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താനായി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു. 2009-ലും 2016-ലും സ്വാമിക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്നെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് ഇയാൾ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. പെൺകുട്ടികൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ മുക്കിലും മൂലയിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. സുരക്ഷയുടെ പേരിലാണ് ക്യാമറ സ്ഥാപിച്ചതെങ്കിലും ശുചിമുറിയുടെ ഭാഗങ്ങളിലും ക്യാമറ ഒഴിവാക്കിയിരുന്നില്ല. ക്യാമറയിലെ ദൃശ്യങ്ങൾ പതിവായി ചൈതന്യാനന്ദ ഫോണിലൂടെ കണ്ടു. ഒപ്പം കുട്ടികളോട് ശുചിമുറിയിൽ പോകുന്നതിനെക്കുറിച്ച് ചോദിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം ഉപയോഗിക്കാറുണ്ടോ എന്നീ ചോദ്യങ്ങളും പെൺകുട്ടികളോട് ചോദിച്ചു. രാത്രിയിൽ പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതും പതിവായിരുന്നു. ചൈതന്യാനന്ദ സരസ്വതിയുടെ ഓഫീസിൽ നിന്നും പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് പതിവായി കണ്ടിരുന്നെന്നും ഒരാളുടെ വസ്ത്രം കീറിയ നിലയിൽ കണ്ടതായും ഒരു പെൺകുട്ടി മൊഴി നൽകി. ഹോളി ആഘോഷവേളയിലും സ്വാമി അതിരുവിട്ട് പെരുമാറി. വരിക്ക് നിർത്തിയ ശേഷം ചൈതന്യാനന്ദ പെൺകുട്ടികളുടെ മുഖത്തും മുടിയിലും നിറങ്ങൾ തേച്ചു. ഇതിനുശേഷം മാത്രമേ ആഘോഷങ്ങൾ ആരംഭിക്കാവൂ എന്നും നിർദ്ദേശം നൽകി. രാത്രികാലങ്ങളിൽ ചൈതന്യാനന്ദ സരസ്വതി താമസിച്ചിരുന്ന വസതിയിലേക്കും പെൺകുട്ടികളെ വിളിച്ചു വരുത്തുമായിരുന്നു. രാജ്യത്തിനകത്തും പുറത്തും ഒപ്പം യാത്ര ചെയ്യാനും പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ചു. ചൈതന്യാനന്ദ സരസ്വതിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത വിദ്യാർത്ഥികൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചിരുന്നു. ഹാജർ നൽകാതിരിക്കുക, ഉയർന്ന ഫീസ് വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ ചെയ്തിരുന്നത്. പീഡനങ്ങളെക്കുറിച്ച് മുൻപ് പരാതി നൽകിയ സംഭവങ്ങൾ ജീവനക്കാർ ഇടപെട്ട് മൂടിവെച്ചു. ഇതിനു പിന്നാലെയാണ് 2016-ൽ സ്വാമിക്കെതിരെ പരാതി നൽകിയ പെൺകുട്ടിയും കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയതും. കഴുകൻ കണ്ണുകളോടെയാണ് സ്വാമി പാർത്ഥസാരഥി തന്നെ പിന്തുടർന്നതെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചാണ് സ്വാമിയുടെ അതിക്രമങ്ങൾ ആരംഭിച്ചതെന്നും പെൺകുട്ടി പറഞ്ഞു. 2016-ലാണ് ഈ പെൺകുട്ടി സ്വാമിക്കെതിരെ പരാതി നൽകിയത്. ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനകാലത്തെക്കുറിച്ച് പെൺകുട്ടി പറയുന്നത്. നിരന്തരമായ അതിക്രമങ്ങൾ കാരണം 8 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് പഠനം ഉപേക്ഷിച്ചെന്നും പരാതിക്കാരി പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നതിന് പിന്നാലെ ബാബ എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ബേബി, സ്വീറ്റ് ഗേൾ എന്നൊക്കെയാണ് എന്നെ വിളിച്ചിരുന്നത്. വൈകിട്ട് 6:30 ക്ലാസ് കഴിഞ്ഞാൽ ബാബ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിലേക്ക് വിളിക്കും. അവിടെ വെച്ചാണ് ഉപദ്രവിച്ചിരുന്നത്. ഞാൻ മിടുക്കിയായ വിദ്യാർത്ഥിയാണെന്നും എന്നെ ദുബായിൽ കൊണ്ടുപോയി പഠിപ്പിക്കുമെന്നും സ്വാമി പറഞ്ഞിരുന്നു. എൻ്റെ എല്ലാ ചെലവുകളും വഹിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. പക്ഷേ എനിക്ക് അതിനൊന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. എൻ്റെ മൊബൈൽ ഫോൺ ബാബ പിടിച്ചു വാങ്ങി. ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ നിർബന്ധിച്ചു. ആരോടും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. രാത്രി അയാൾ ഫോണിൽ വിളിക്കും. അയാളുടെ കഴുകൻ കണ്ണുകൾ എനിക്ക് മേലുണ്ടായിരുന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തെ ഹോട്ടലിലേക്ക് പോകാനായി സ്വാമി തന്നെ ക്ഷണിച്ചിരുന്നതായും പരാതിക്കാരി ആരോപിച്ചു. പലപ്പോഴും തൻ്റെ ശരീരത്തിൽ മോശമായി സ്പർശിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തോടൊപ്പം മധുരയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. പക്ഷേ താൻ പോയില്ല. തുടർന്ന് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം നിർത്തിയിട്ടും സ്വാമിയുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അടുപ്പക്കാരായ പല വിദ്യാർത്ഥികൾക്കും സ്വാമി തൻ്റെ നമ്പറും വിലാസവും നൽകി. അവർ തന്നെ വിളിച്ച് തിരികെ വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തൻ്റെ പിതാവ് അവരെല്ലാം അടിച്ചോടിച്ചെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി.